രാഷ്ട്രീയം പറഞ്ഞാൽ ഏശാത്ത ഒരു നിലയുണ്ടെന്ന് 1.5 ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണോ PV അൻവർ ഇന്നിപ്പോൾ വിശ്വാസപരമായ ചില ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്? അങ്ങനെയാണ് ശ്രീ പ്രകാശ് മാസ്റ്റർ നമ്മളോട് പറഞ്ഞത്. അതായത് രാഷ്ട്രീയം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന്, അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം ആക്രമിക്കപ്പെടുന്നു CPM-ന് കീഴിൽ, സർക്കാരിന് കീഴിൽ എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു തിടുക്കം PV അൻവറിന്റെ ഈ ഒരു എടുത്തുചാട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ? അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ കോഴ വിവാദത്തിൽ പെട്ടു. അദ്ദേഹം ജഡേജയും കോഴ വിവാദത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. ക്രിക്കറ്റ് കാരിയർ തന്നെ അപകടത്തിലായപ്പോൾ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ കുടുക്കിയതെന്ന്. അയാളെ കൂടെ കുടുങ്ങിയ ആൾ അജയ് ജഡേജയായിരുന്നു. അയാൾ മുസ്ലിമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെ, ഈ തരികിടിയൊക്കെ ഈ ആൾക്കാരുടെ സ്വഭാവമാണ്. ഈ അൻവർ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM കൂട്ടിയത്. ഞങ്ങൾ കുറച്ച് ദിവസമായി പറയുന്ന ഒരു കാര്യമുണ്ട്. 995 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ CPM മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം വോട്ട് പിടിക്കാൻ, മലപ്പുറം പിടിക്കാൻ, മലബാറിലെ മുസ്ലിം വോട്ട് എന്താ പറയുക സ്വായത്തമാക്കാൻ കുറേ അടവ് നയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് മലപ്പുറം 995 പഞ്ചായത്ത് ഇലക്ഷനിലെ ജനകീയ മുന്നണി. അതായത് PDP-ക്കാർ, അന്നത്തെ INL-കാർ, അതുപോലെ തന്നെ വിമത ലീഗുകാർ, ഇവരെ കൂട്ടി ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ട് നാളിതുവരെ CPM-നോ ഇടതു മുന്നണിക്കോ ജയിക്കാൻ പറ്റാത്ത 1.5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്ന് ജയിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മലപ്പുറം മുനിസിപ്പാലിറ്റി CPM-ൻ്റെയും അത് ഇടതു മുന്നണിയും അതുപോലെ തന്നെ ജനകീയ മുന്നണി സഖ്യം അധികാരത്തിൽ വന്നു. കേരളം ഞെട്ടിയതാ. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഇടതു മുന്നണിയുടെ ഭരണം വന്നു. എന്തായി? 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോയി. ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ്, ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ CPM ഇത് പരീക്ഷിച്ച് വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് അബ്ദുൾ നാസർ മദനി, മഞ്ഞളാംകുലി ആലി, ഇങ്ങനെ കുറേ ആളുകളെ എടുത്ത് പരീക്ഷിച്ച് CPM വളരെ മുന്നോട്ട് പോയി. മലപ്പുറത്ത് വെച്ചിട്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തി. മഞ്ചേരി ലോക്സഭ ഒരിക്കൽ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ താനൂർ മണ്ഡലം CPM-ൻ്റെ കയ്യിലാണ്. ജലീലിനെ ചാടിച്ചെടുത്ത് തവനൂർ മണ്ഡലം സ്വന്തമാക്കി, അൻവറിനെ ചാടിച്ചെടുത്ത് നിലമ്പൂർ മണ്ഡലം സ്വന്തമാക്കി. കേരളത്തിലെ മലബാറിലെ മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ CPM കടന്നു കയറി. പക്ഷേ എന്താ ഉണ്ടായത്? അബ്ദുൾ നാസർ മദനിയുമായിട്ടുള്ള സഖ്യം എന്താണ് നൽകിയത്? CPM-ന് പരാജയമാണ് നൽകിയത്. അതുപോലെ തന്നെ മലപ്പുറത്ത് നടത്തിയ പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇന്ന് അൻവറുമായിട്ടുള്ള പരീക്ഷണം പരാജയപ്പെടുന്നു, നാളെ ജലീലുമായിട്ടുള്ള പരീക്ഷണം പരാജയപ്പെടും, അത് കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ്റെ പരീക്ഷണം പരാജയപ്പെടും, അത് കഴിഞ്ഞാൽ കാരാട്ട് റസാഖിൻ്റെ പരീക്ഷണം, അല്ലെങ്കിൽ തന്നെ അയാളെ കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഇതിന് കാരണം ഇതാണ്. ഈ കൂട്ടർ CPM-ൻ്റെ ഒപ്പം വരുന്നത് ഇവർ മതേതരവാദികളായതുകൊണ്ടല്ല, ഇവർ ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായതുകൊണ്ടാണ്. ഇവർ ലീഗിനേക്കാൾ, ഞാൻ ആവർത്തിച്ച് പറയാണ്, മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടരൊക്കെ CPM-മായി സഖ്യമുണ്ടാക്കിയത്. INL-കാർ, പഴയ PDP-ക്കാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം കുറേ എണ്ണം വേഷം മാറി CPM പോയിട്ടുണ്ട്. CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി SDPI-യുടെ പഴയ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത വരെ ഇവിടെ വന്നു. അപ്പോൾ CPM ലീഗിനെ തോൽപ്പിക്കാൻ, മലബാറിലെ മുസ്ലിം വോട്ട് സ്വന്തമാക്കാൻ ലീഗിനേക്കാൾ അപകടകാരികളായി സഖ്യമുണ്ടാക്കി നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയാണ്, പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഞങ്ങൾ രസിക്കുകയാണ്. കാരണം എന്താ പറയുക, ഞങ്ങളിത് പ്രവചിച്ചതാണ്. ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞതാണ്. ഓരോ വിജയം നേടി CPM ചിരിക്കുമ്പോഴും ഞങ്ങൾക്കറിയാമായിരുന്നു നാളെ കരയേണ്ടി വരും. ഇന്നിപ്പോൾ എന്തായി? മലപ്പുറം ജില്ല പിടിക്കാൻ പോയവൻ അൻവറിൻ്റെ കോലം പിടിച്ച് നടക്കുക. നല്ല എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ ഇനി അബ്ദുറഹ്മാൻ്റെ കോലം പിടിക്കേണ്ടി വരും, നിങ്ങൾ KT ജലീലിൻ്റെ കോലം പിടിക്കേണ്ടി വരും, നിങ്ങൾ കാരാട്ട് റസാഖിൻ്റെ കോലവും പിടിക്കേണ്ടി വരും. അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക.